ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. അങ്ങനെ നിസ്സഹായായിട്ടുള്ള രുക്മിണി ഭഗവാന്റെ സന്നിധിയിലേക്ക് തന്റെ പ്രണയദൂത് കൊടുത്തയക്കുകയാണ്. അതിനായിട്ടൊരു ബ്രാഹ്മണനെയാണ് അങ്ങോട്ട് അയക്കുന്നത്. അതാണ് 4-ാമത്തെ ശ്ലോകം. ചിരധൃത പ്രണയ ത്വയി ബാലിക സപദി കാംക്ഷിത ഭംഗ സമാകുല തവ നിവേദയിതും ദ്വിജമാദിശത് സ്വകഥനം കഥനംഗ വിനിർമ്മിതം. ത്വയി അങ്ങയിൽ ചിരധൃത പ്രണയ വളരെ നാളായിട്ട് പ്രണയം അർപ്പിച്ചു പോന്ന ബാലിക ആ ഒരു പെൺകിടാവ്, അതായത് കൗമാരത്തിലേക്ക് കാലൂന്നി നിൽക്കുന്നവൾ എന്നതുകൊണ്ടാണ് അവളെ ബാലിക എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള ആ രുക്മിണി സപതി പെട്ടെന്ന് തന്നെ കാംക്ഷിത തന്റെ ആഗ്രഹത്തിന് ഭംഗസമാകുല തടസ്സം നേരിട്ടതിനാൽ ഭഗവാനെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്ന തന്റെ ആഗ്രഹത്തിനാണ് ഇവിടെ ഇപ്പോൾ തടസ്സം നേരിട്ടിരിക്കുന്നത്. അതിനാൽ പര്യാകുലയായിട്ട് സമാകുല അത്യധികം ആകുലയായി. കാരണം താൻ ആ ശിശുപാല രാജാവിനാൽ വേൾക്കപ്പെടുമോ എന്ന ഭയം ആ രുക്മിണിക്ക് വല്ലാതെ ഉണ്ടായി. മാത്രമല്ല കഥനംഗ വിനിർമ്മിതം, കഥനങ്കൻ എന്നാൽ ഇവിടെ ദുഷ്ടനായിട്ടുള്ള കാമദേവൻ, അതായത് ആ കാമദേവൻ തന്നിൽ ആവേശിച്ചതിനാലാണ് താൻ ഇങ്ങനെ ഇപ്പോൾ പെട്ടുപോയിരിക്കുന്നത് എന്നർത്ഥം. അപ്പൊ കഥനംഗ വിനിർമ്മിതം, ആ കാമദേവനാൽ തനിക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സ്വകഥനം, തന്റെ ആ കഠിനമായ വേദന തവ നിവേദയിതും ഭഗവാനെ അങ്ങയെ അറിയിക്കുന്നതിനു വേണ്ടിയിട്ട് ദ്വിജം ഒരു ബ്രാഹ്മണനെ ആദിശത് പറഞ്ഞയച്ചു. ഇവിടെ ചിരധൃത പ്രണയ എന്നതിന് രണ്ടർത്ഥം എടുക്കാം. ഒന്ന്, രുക്മിണി ദേവി മഹാലക്ഷ്മിയുടെ അവതാരമാണ്. സ്വാഭാവികമായും എല്ലാ ജന്മങ്ങളിലും ഏത് അവതാരം എടുത്താലും ഭഗവാന്റെ ഭാര്യയായിട്ട് എപ്പോഴും മഹാലക്ഷ്മി തന്നെയാണ് ഉണ്ടാവാറ്. അങ്ങനെയും എടുക്കാം. പല ജന്മങ്ങളിലും അങ്ങയെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഉള്ളവൾ ആ രുക്മിണി എന്ന് എടുക്കാം. ഇനി അല്ലാതെ നോക്കിയാൽ ചെറുപ്പം മുതലേ ആ കൊട്ടാരത്തിൽ വരുന്നവരൊക്കെ വാഴ്ത്തിപ്പാടുന്ന ആ ഭഗവാന്റെ ആ ഒരു മുഖം കാണാതെ തന്നെ ആ ഭഗവാനിൽ അവൾ അനുരക്തയായി എന്നും എടുക്കാം. അപ്പൊ കുറെ നാളായിട്ട് അങ്ങയിൽ അനുരക്തയായ ആ രുക്മിണി പ്രതീക്ഷിച്ചിരുന്നു ഭഗവാനെ കല്യാണം കഴിക്കാൻ സാധിക്കുമെന്ന്. കാരണം അച്ഛനും അമ്മയ്ക്കും മറ്റുള്ള ബന്ധുക്കൾക്കൊക്കെ ആ ബന്ധം ഇഷ്ടമായിരുന്നു. അപ്പോഴാണ് ഒരു ഇടിത്തി പോലെ ഈ ജ്യേഷ്ഠൻ ഒരു ധാർഷ്ട്യത്തോടെ ഒരു തീരുമാനം എടുക്കുന്നത്, രുക്മിണിയെ ശിശുപാല രാജാവിന് ഞാനിതാ കല്യാണം കഴിച്ചു കൊടുക്കാൻ പോകും എന്ന്. അപ്പൊ അതാണ് ഈ രുക്മിണി ആകെ പേടിച്ച് ഇരിക്കാൻ കാരണം. തന്റെ അച്ഛന് പോലും മറുത്തൊന്നും പറയാൻ സാധിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഒരു പെൺകുട്ടിയായ തന്റെ കാര്യം പിന്നെ പറയാനുണ്ടോ? അപ്പൊ അങ്ങനെ ഒരു നിസ്സഹായ അവസ്ഥയിൽ, അതേസമയം ഭഗവാനെ അല്ലാതെ മറ്റൊരു ആളെ ഭർത്താവായിട്ട് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിൽ, അതുകൊണ്ടാണ് ഇവിടെ കാമദേവനെ, ദുഷ്ടനായ ആ കാമദേവൻ മൂലം ഞാനിപ്പോ ആകെപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിൽ പറയുന്നത്.
അങ്ങനെ തന്റെ ആ ഒരു അവസ്ഥ ഭഗവാനെ അറിയിക്കുവാൻ വേണ്ടി ഒരു ബ്രാഹ്മണനെ ദൂതനായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയും അവസാനത്തെ വരിയിലെ സ്വകഥനം കഥനങ്ക, കഥനം എന്നതിനാൽ അവിടെ വിഷമം എന്നർത്ഥം. കഥനങ്കൻ അദുഷ്ടനായിട്ടുള്ള അങ്കൻ, അങ്കൻ കാമദേവൻ എന്നർത്ഥം. ശ്ലോകം 4. ചിരധൃത പ്രണയാ ത്വയി ബാലികാ സപദി കാംക്ഷിത ഭംഗ സമാകുല തവ നിവേദയിതം ദ്വിജമാദിശത് സ്വകഥനം കഥനങ്ക വിനിർമ്മിതം. ഹരിശരണം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. എല്ലാ മഹാത്മാക്കളെയും സ്മരിക്കുന്നു. മഹാഗുരുവായ വേദവ്യാസനെയും സ്മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അവതാരമായ മേൽപ്പുത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിനെയും നമസ്കരിക്കുന്നു. നമ്മളിവിടെ ദശകം 78 ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമപ്രവേശം എന്ന ലീലയാണ്. അതിലെ ശ്ലോകം 4. രുക്മിണിയുടെ സഹോദരനായിരിക്കുന്നതായ രുക്മി അജ്ഞത കൊണ്ടും തമോ ഗുണം കൊണ്ടും അന്ധനായ ചൈതിരാജാവായിരിക്കുന്ന ശിശുപാലന് തൻ്റെ സഹോദരിയായിരിക്കുന്ന രുക്മിണിയെ കൊടുക്കാൻ ആഗ്രഹിക്കുകയും നിശ്ചയിക്കുകയും ചെയ്തു, അച്ഛനോടോ സഹോദരിയോടോ ആലോചിക്കാതെ. ഇവിടെ രുക്മിണിയുടെ കഥ നാരദ മഹർഷി അന്ന് വന്ന് ഭഗവത് ഗുണഗണങ്ങളെ പറഞ്ഞതിന് ശേഷം കുറച്ചു കാലമായി അന്നു തൊട്ട് ബാലിക എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ബാലിക എന്നുള്ളതായ പ്രയോഗം നിഷ്കളങ്ക പ്രേമത്തിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്കായിട്ടെടുക്കാം. ഇപ്പം നാരദ മഹർഷി വന്ന് പറഞ്ഞതിന് ശേഷം പൂർണ്ണമായിട്ടും ഭഗവാനിൽ അനുരക്തയാണ് രുക്മിണി. അതുമാത്രമല്ല, പ്രേമമുണ്ട്, അതേസമയം കാമപീഡയും ഉണ്ട്. ആ പ്രായത്തിൻ്റെ അവസ്ഥയ്ക്കനുസരിച്ചിട്ടുള്ളതായ ആ പീഡയിലും പെട്ടുപോയി, പ്രേമാധിക്യം വന്നു പെട്ടു, വിരഹത്തിൻ്റെതായൊരു അവസ്ഥ അനുഭവിക്കാനുള്ളൊരു ഇടവന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തൻ്റെ സഹോദരൻ തന്നെ ശിശുപാലന് കൊടുക്കാൻ നിശ്ചയിച്ചു എന്നുള്ള കഥ അറിയണതും തൻ്റെ ആ ഒരു സങ്കല്പം, ആ ഇച്ഛ നടക്കാതെ പോകും എന്നുള്ളതായൊരു ആകുലത രുക്മിണി ദേവിക്ക് ഉണ്ടാവുകയാണ്. ഇങ്ങനെയാണല്ലോ ജീവിതം. പലതും സങ്കല്പിക്കും, പലതും വിചാരിക്കും, മറ്റൊന്ന് സംഭവിക്കും ചിലപ്പോൾ. പക്ഷേ ഈശ്വരീയമായ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിലോ എന്തൊക്കെ വന്നാലും അത് മംഗളമായിട്ടേ തീരുള്ളൂ. അപ്പം അവിടെ അംബാജി മന്ദിരമുണ്ട് വിദർഭയിൽ. ദിവസവും തൊഴാൻ പോവും രുക്മിണി അവിടെ. അങ്ങനെ തൊഴാൻ പോണ സമയത്ത് അവിടെയുള്ളതായ ആ പൂജ കഴിക്കുന്ന ബ്രാഹ്മണൻ്റെ മകനെന്ന് വിചാരിക്കാം. കാരണം ഇവിടെ ഈ ദ്വിജസുതോപി എന്നൊരു വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട് അടുത്ത ശ്ലോകത്തിൽ. അപ്പോൾ ബ്രാഹ്മണൻ്റെ മകൻ ചെറുപ്പക്കാരനായിരിക്കും. ഇങ്ങനെയുള്ളതായ ചില കാര്യങ്ങൾക്ക് അവരാണല്ലോ കൂടുതലും മിടുക്കന്മാരാവുക. കാരണം കുറേ ദൂരമുണ്ട്. വിദർഭ എന്ന് പറഞ്ഞാൽ നാഗ്പൂരാണ്. ദ്വാരകയിലേക്ക് വഴി കുറേയുണ്ട്. പ്രായം ചെന്ന ആൾക്കാർക്കൊന്നും എത്തിപ്പെടാൻ പറ്റിയെന്ന് വരില്ല. വഴിക്ക് വെച്ച് വല്ല അബദ്ധവും സംഭവിക്കാം. അതുകൊണ്ടാണ് ആ ഒരു ചെറുപ്പക്കാരനെ സൂചിപ്പിക്കുന്ന ദ്വിജസുതൻ എന്നുള്ളതായ വാക്ക് ഉപയോഗിച്ചതെന്ന് വേണം വിചാരിക്കാൻ. ചെറുപ്പക്കാരൊക്കെ സൽപ്രവൃത്തികളിൽ വ്യാപൃതരാവണം എന്നുള്ളതായ സൂചന കൂടി ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. ഏതായാലും ഒരു ദിവസം തൊഴാൻ പോയപ്പോൾ അംബാജി ക്ഷേത്രത്തിലെ ആ
ബ്രാഹ്മണൻ്റെ മകൻ പരിചയത്തിൻ്റെ പേരിൽ ചോദിച്ചു, എന്താണ് രുക്മിണിക്ക് വല്ലാത്തൊരു കുണ്ഠിതം, മനസ്സിന് വല്ല വിഷമമുണ്ടോ, എന്തു പറ്റിയും ചോദിച്ചപ്പോൾ വേറെ ആരോടും പറയാൻ നിർത്തിയില്ല. കാരണം ആ ദുഷ്ടമനസ്സിലതായ രുക്മിണിയുടെ നിയന്ത്രണത്തിലാണില്ല. അദ്ദേഹത്തിനെ ഭയന്നുകൊണ്ട് ആരും ഒന്നും പറയാറില്ല. ഏതായാലും ആ ബ്രാഹ്മണകുമാരനോട് പറഞ്ഞു തൻ്റെ അവസ്ഥ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തനിക്ക് ദ്വാരകാധീശനായിരിക്കുന്ന ശ്രീകൃഷ്ണനോടാണ് അടുപ്പവും പ്രേമവും ഉള്ളത്. ഇപ്പോൾ ഏട്ടൻ ഇങ്ങനെ ഒരു ദുർഘടം കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ശ്രീകൃഷ്ണ ഭഗവാനോട് പ്രേമുണ്ടെന്നുള്ളത് ആ ശ്രീകൃഷ്ണ അറിയുമെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അതൊന്ന് അറിയിക്കണമെന്നുണ്ട് അവിടേക്ക്. അതിന് വിശ്വസ്തനായിട്ടൊരാളെയും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോഴാ ബ്രാഹ്മണ പുത്രൻ പറഞ്ഞു, അതിനെന്താ രുക്മിണി, ഞാൻ പോവാം, എന്താ വേണ്ടത് ചെയ്യാം. കാരണം നല്ല നല്ല ബ്രാഹ്മണന്മാർക്ക് പരസഹായം ചെയ്യാൻ നല്ല താല്പര്യമാണ്. കാരണം അവർ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ എല്ലാം ബ്രഹ്മമായി കാണുന്ന ആളാണ്, എല്ലാത്തിലും ഈശ്വര സാന്നിധ്യം കാണുന്ന ആളാണ് ഒരു ബ്രാഹ്മണൻ. അതുകൊണ്ട് രുക്മിണി പറഞ്ഞു, അതിനെപ്പറ്റി വിഷമിക്കണ്ട, എന്താ വേണ്ടത് വെച്ചാൽ ഞാൻ ചെയ്യാം, ഈ വിവരം അവളെ അറിയിക്കല്ലേ വേണ്ടു, ചെയ്യാം എന്ന തരത്തിൽ പറഞ്ഞു. അപ്പോൾ തൻ്റേതായ ആ വിരഹദുഃഖത്തിനെയൊക്കെ പറഞ്ഞു കൊടുത്തു വാക്കുകളെ കൊണ്ട്. അതുകൂടാതെ ഒരു പ്രേമലേഖനവും എഴുതി കൊടുത്തു. ഇതൊന്നും അവിടെ എത്തിച്ചാൽ മതി, ഇന്നത്തെ പോലെയുള്ളതായ വാട്സപ്പും ഇമെയിലും അങ്ങനെയൊന്നുമില്ലല്ലോ. അപ്പം അതുകൊണ്ട് അത് നേരിട്ട് കൈ കൊടുക്കണം എന്നുള്ള തരത്തിൽ ബ്രാഹ്മണനോട് പറഞ്ഞപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, ചെയ്യാം, ഞാൻ പോവാം, ശുഭസ്യ ശീഘ്രം, വേഗം വേണം താനും. കാരണം ഇവിടെ ആ ശിശുപാലനുമായിട്ടുള്ള വിവാഹത്തിൻ്റെ തയ്യാറെടുപ്പുകൾ തുടങ്ങിയെന്ന് തോന്നുന്നു. ഏതായാലും ആ നല്ല ബ്രാഹ്മണപുത്രൻ, ആ ചെറുപ്പക്കാരനായ ബ്രാഹ്മണൻ രുക്മിണിയുടെ സങ്കടം കണ്ട് താനത് ചെയ്യാം എന്ന് സമ്മതിച്ചു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിലാണ് ബ്രാഹ്മണൻ്റെ യാത്രയെപ്പറ്റി പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഈശ്വരൻ വിചാരിച്ചാൽ ഏതിനും ഒരു പരിഹാരം ഉണ്ടാവും എന്നുള്ളതായ ഒരു കാര്യം എല്ലാവരും ഓർക്കുന്നത് നല്ലതാണ്. ശ്രീ ഗുരുവായൂരപ്പ ശരണം, ഹരിശരണം.